നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന ഒന്നാണ് എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ. അപ്പോൾ എന്താണ് എറേഴ്സ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ്, അതിൻ്റെ ഉദാഹരണങ്ങൾ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടും അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ തിയറി ഭാഗങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് എറേഴ്സ്, അതിൻ്റെ ടൈപ്സ് ഓഫ് എറേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം എറേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ട്രയൽ ബാലൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിതമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്. അഥവാ അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ കൃത്യത അറിയുന്നതിന് വേണ്ടി ബിസിനസ് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തുല്യമായി വരണം. തുല്യമായിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ എറേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസ് ഓർ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ഓൾ ദി അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ. തയ്യാറാക്കുന്നത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉപയോഗിച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും ടോട്ടൽ ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. മെത്തേഡ്സ് ഓഫ് ട്രയൽ ബാലൻസ്, അഥവാ രണ്ട് രീതിയിൽ പ്രധാനമായിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. ഒന്നാണ് ബാലൻസ് മെത്തേഡ്, രണ്ടാമത്താണ് ടോട്ടൽ മെത്തേഡ്. ഈ ബാലൻസ് മെത്തേഡിൽ പറയുന്നത് നമ്മളൊരു ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും, അല്ലേ, ഒരു ബാലൻസ് കിട്ടും. ആ ബാലൻസ് മാത്രം ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് ട്രയൽ ബാലൻസ് ചെയ്യുന്ന രീതിയാണ് ബാലൻസ് മെത്തേഡ്. ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ കിട്ടുന്ന ടോട്ടൽ തുക എത്രയാണോ അത് ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ ബാലൻസ് ചെയ്യുന്ന രീതിയാണ് ടോട്ടൽ മെത്തേഡിലൂടെ പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ഉദാഹരണം നോക്കൂ. ഒരു ക്യാഷ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ. ആ ക്യാഷ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ളത് 8400, അഥവാ ബാലൻസ് ക്യാരി ഡൗൺ 8400. അപ്പോൾ ബാലൻസ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രയൽ ബാലൻസ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ട്രയൽ ബാലൻസിൽ എഴുതാൻ നോക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡെബിറ്റ് സൈഡാണല്ലോ കൂടുതൽ, അഥവാ ഡെബിറ്റ് ബാലൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് നോക്കൂ. ബാലൻസ് മെത്തേഡ് പ്രകാരം ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിന് ഡെബിറ്റ് സൈഡിൽ 8400 രൂപ എഴുതി. അഥവാ ഈ ഒരു ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, നമ്മൾ ഉണ്ടാക്കുന്ന ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താണോ അത് ഉപയോഗിച്ചിട്ട് ട്രയൽ ബാലൻസ് ചെയ്യുന്ന രീതിയാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 8400 രൂപ എഴുതി. ഇങ്ങനെയാണ് ബാലൻസ് മെത്തേഡിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ മെത്തേഡ് നോക്കൂ. ഇതേ ഒരു ലെഡ്ജർ അക്കൗണ്ട് ടോട്ടൽ മെത്തേഡ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നോക്കുക. ടോട്ടൽ മെത്തേഡ് നോക്കുമ്പോൾ നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും എടുക്കുന്നു. ഡെബിറ്റിൻ്റെ ടോട്ടൽ 18100, അത് നമ്മൾ അതുപോലെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 18100 എഴുതി. എന്നിട്ട് നമ്മൾ ക്രെഡിറ്റിൻ്റെ ടോട്ടൽ എടുക്കുന്നു. അഥവാ 1000, 6000, 2500, 200 ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് 9700 കിട്ടുന്നത്. അങ്ങനെ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും അതുപോലെ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിലും എമൗണ്ടിലും എഴുതിയിട്ട് ട്രയൽ ബാലൻസ് ചെയ്യുന്ന രീതിയാണ് ടോട്ടൽ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലും പ്രധാനമായിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ നടത്താം. അപ്പോൾ എങ്ങനെയാണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എറേഴ്സിലോട്ട് പോവാം. എന്താണ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, അല്ലേ. അൺഇൻറ്റൻഷണൽ ഒമീഷൻ ഓർ കമ്മീഷൻ ഓഫ് എമൗണ്ട് ഇൻ ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ആർ നോൺ ആസ് എ എറേഴ്സ്. അഥവാ ബിസിനസ് ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ വന്നു ചേരുന്ന തെറ്റുകളെയാണ് എറേഴ്സ് എന്ന് പറയുന്നത്. ഈ എറേഴ്സ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട രൂപത്തിൽ 4 തരത്തിലുണ്ട്. ഒന്ന് എറേഴ്സ് ഓഫ് ഒമീഷൻ, മറ്റൊന്ന് എറേഴ്സ് ഓഫ് കമ്മീഷൻ, മൂന്നാമത്തെ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് എറേഴ്സിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഈ ഓരോ എറേഴ്സും എന്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനും അത് തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഉദാഹരണ സഹിതം നോക്കാം. എറേഴ്സ് ഓഫ് ഒമീഷൻ. ഒമീഷൻ എന്ന വാക്കിന് അർത്ഥം തന്നെ ഒമിറ്റ് എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക എന്നാണ്. When a transaction is completely or partially omitted to record in the books of account is called errors of omission.
ഒരു ട്രാൻസാക്ഷൻ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ എഴുതുവാൻ വിട്ടുപോയാൽ ഉണ്ടാകുന്ന തെറ്റിനെയാണ് എറേഴ്സ് ഓഫ് ഒമീഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്: കംപ്ലീറ്റ് ഒമീഷൻ, പാർഷ്യൽ ഒമീഷൻ. ഒരു ട്രാൻസാക്ഷൻ മുഴുവനായും എഴുതുവാൻ വിട്ടുപോയാൽ അത് നമ്മൾ കംപ്ലീറ്റ് ഒമീഷൻ എന്ന് അറിയപ്പെടുന്നു. ഒരു ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ വരികയും അതിനോട് ബന്ധപ്പെട്ട അക്കൗണ്ടിൽ എഴുതാൻ വിട്ടുപോവുകയും ചെയ്താൽ അതിനെ പാർഷ്യൽ ഒമീഷൻ എന്നും പറയുന്നു. അങ്ങനെ രണ്ട് തരത്തിലാണ് എറേഴ്സ് ഓഫ് ഒമീഷൻ ഉള്ളത്. ഇനി ഉദാഹരണം നോക്കൂ. സോൾഡ് ഗുഡ്സ് ടു മനു ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. മനു എന്നയാൾക്ക് കടത്തിന് സാധനങ്ങൾ വിറ്റത് നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്തുവാൻ വിട്ടുപോയി. അത് കംപ്ലീറ്റ് ഒമീഷൻ, അത് എഴുതിയിട്ടേ ഇല്ല, അത് നമ്മൾ കംപ്ലീറ്റ് ഒമീഷനിൽ വരുന്നതാണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ കിരൺ ഈസ് റെക്കോർഡ് ഇൻ ദി പർച്ചേസ് ജേണൽ ബട്ട് ഒമിറ്റഡ് ടു ബി പോസ്റ്റഡ് ഇൻ മിസ്റ്റർ കിരൺ അക്കൗണ്ട്. അഥവാ കിരൺ എന്ന വ്യക്തിയിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങിയത് പർച്ചേസ് ജേണലിൽ രേഖപ്പെടുത്തി, പക്ഷേ കിരൺ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി. ഇത് പാർഷ്യൽ ഒമീഷന് ഉദാഹരണമാണ്. അപ്പോൾ എറർ ഓഫ് ഒമീഷൻ, കംപ്ലീറ്റ് ഒമീഷനുണ്ട്, പാർഷ്യൽ ഒമീഷനുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. നമുക്ക് അടുത്ത എറേഴ്സിലേക്ക് പോവാം. രണ്ടാമത്താണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് കമ്മിറ്റഡ് വെൻ ട്രാൻസാക്ഷൻസ് ആർ ഇൻകറക്റ്റ്ലി റെക്കോർഡ് ആർ കാൾഡ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. അഥവാ ഇടപാടുകൾ തെറ്റായ രീതിയിൽ അവിടുത്തെ പുസ്തകങ്ങളിൽ എഴുതി വെക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളാണ് എന്ത് പറയുന്നത്? എറേഴ്സ് ഓഫ് കമ്മീഷൻ. അപ്പോൾ ഇടപാടുകൾ എഴുതി വെക്കുന്നുണ്ട്, പക്ഷേ തെറ്റായ രീതിയിലാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ്, ടോട്ടലിങ്, ഇതിലൂടെ വന്ന് ചേരുന്ന തെറ്റുകളാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇടപാടുകളൂടെ എഴുതി വെക്കുന്നുണ്ട്, പക്ഷേ എഴുതി വെക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളാണ് ഈ ഒരു എറേഴ്സ് ഓഫ് കമ്മീഷനിൽ വരുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ഉദാഹരണത്തിൽ പറയുന്നത് ജഗൻ എന്ന ആളുടെ കയ്യിൽ നിന്നും 250 രൂപ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 205 രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റായിട്ട് രേഖപ്പെടുത്തി. രണ്ടാമത് പറയുന്നത് 1000 റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ബിനു ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു മിസ്റ്റർ വിനോദ് അക്കൗണ്ട്. ബിനു എന്ന ഒരാളുടെ കയ്യിൽ നിന്നും 1000 രൂപ കിട്ടിയത് വിനോദ് എന്ന ആളുടെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു എറർ ഓഫ് കമ്മീഷനാണ്. അപ്പോൾ ഇതുപോലെ തെറ്റായ രീതിയിൽ ഇടപാടുകൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്താണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഇഫ് ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ വയലേറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇറ്റ് ഈസ് നോൺ ആസ് എ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിംഗ് തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഥവാ അക്കൗണ്ടിങ്ങിന് ഇടപാടുകൾ എഴുതി വെക്കുമ്പോൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ട തത്വങ്ങളുണ്ട് അല്ലേ? ആ തത്വങ്ങൾക്ക് വിപരീതമായിട്ടാണ് ഇടപാടുകൾ എഴുതി വെക്കുന്നതെങ്കിൽ അപ്പോൾ സംഭവിക്കുന്ന തെറ്റാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. സാധാരണ രീതിയിൽ ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ സംഭവിക്കാറ്. അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റിനെ റവന്യൂ റെസിപ്റ്റായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നു. ഉദാഹരണം നോക്കൂ. കാരേജ് പെയ്ഡ് ഓൺ പർച്ചേസ് ഓഫ് മെഷീനറി ഇസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ബി ഡെബിറ്റഡ് ഇൻ മെഷീനറി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു കാരേജ് അക്കൗണ്ട്. അഥവാ മെഷീനറി വാങ്ങുമ്പോഴുള്ള കാരേജ് നമുക്കറിയാം അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ ആ മെഷീനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം കാരേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തിരിച്ചറിയാത്തതിലുള്ള ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തെറ്റാണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. റിപ്പയേഴ്സ് ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു മെഷീനറി അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് റിപ്പയേഴ്സ് അക്കൗണ്ട്. അതോ മെഷീനറിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പയർ അത് മെഷീനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തത്, പക്ഷേ അത് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതിലായിരുന്നു? റിപ്പയേഴ്സ് അക്കൗണ്ടിലായിരുന്നു. അപ്പോൾ ഇതും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാകുന്ന എറേഴ്സാണ്. അപ്പോൾ ഇത്തരം എറേഴ്സാണ് എന്ത് പറയും നമ്മൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയപ്പെടുന്നത്. അടുത്തതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ദീസ് ആർ ദോസ് എറേഴ്സ് വെറിൻ ദ ഇഫക്റ്റ് ഓഫ് വൺ എറർ ഈസ് കോമ്പൻസേറ്റഡ് ബൈ ദി ഇഫക്റ്റ് ഓഫ് അനദർ എറർ. ഒരു തെറ്റ് മറ്റൊരു തെറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് പരിഹരിക്കപ്പെടുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ വരുന്നത് 2 തെറ്റുകളുണ്ടെങ്കിൽ പരസ്പരം ഒരു തെറ്റ് മറ്റൊരു തെറ്റ് കൊണ്ട് ഇല്ലാതാവുന്നു. അത്തരത്തിലുള്ള എറേഴ്സാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഉദാഹരണം നോക്കൂ. എ പേയ്മെൻറ്റ് ഓഫ് ₹500 ഫോർ എ സാലറി ഹാസ് ബീൻ ഒമിറ്റഡ് ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി സാലറി അക്കൗണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം അനദർ അക്കൗണ്ട് ഫർണിച്ചർ അക്കൗണ്ട് ഈസ് ഓവർ ഡെബിറ്റഡ് വിത്ത് ₹500. അഥവാ സാലറി 500 രൂപ കൊടുത്തത് എഴുതാൻ വിട്ടുപോയി സാലറി അക്കൗണ്ടിൽ. അതേസമയം ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 500 രൂപ അധികം എഴുതി. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയിൽ 500 എഴുതിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാലറി അവിടെ കാണാതെ പോകും. പക്ഷേ ഫർണിച്ചർ അക്കൗണ്ടിൽ 500 രൂപ അധികം എഴുതിയത് കൊണ്ട് സാലറിയുടെ എഴുതാത്ത 500 രൂപയുടെ ഇഫക്റ്റ് ട്രയൽ ബാലൻസ് കാണിക്കുകയില്ല. കാരണം ഫർണിച്ചറും ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കുക, സാലറിയും ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ട്രയൽ ബാലൻസിൽ ആ തെറ്റ് പ്രതിഫലിക്കുകയില്ല. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് സാലറി അക്കൗണ്ടിൽ ഉണ്ടായ കുറവ് ഫർണിച്ചർ അക്കൗണ്ടിൽ അധികമായി എഴുതിയത് കാരണം പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തെറ്റ് മറ്റൊരു തെറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് പരിഹരിക്കപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ തെറ്റുകൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ തെറ്റുകളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്, അഥവാ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ ബിസിനസ്സിലുള്ള നമ്മുടെ അക്കൗണ്ട്സിൽ വന്നിട്ടുള്ള തെറ്റുകളെ തിരുത്തി അവയെ തെറ്റിന് അതീതമാക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ഈ റെക്ടിഫിക്കേഷൻ നടത്തുന്നതിന് എറേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് ദി എഗ്രിമെൻ്റ് ഓർ ട്രയൽ ബാലൻസ്, അഥവാ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത എറേഴ്സ്. അതിനെ പറയുന്ന പേരാണ് 2 സൈഡഡ് എറേഴ്സ്. രണ്ടാമത്താണ് എറേഴ്സ് വിച്ച് അഫക്റ്റ് ദി എഗ്രിമെൻ്റ് ഓർ ട്രയൽ ബാലൻസ്. ഇത്തരം തെറ്റുകൾ ട്രയൽ ബാലൻസിനെ ബാധിക്കും, അഥവാ ഇത്തരം തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് ടാലി ആവുകയില്ല. ഇതിൻ്റെ മറ്റൊരു പേരാണ് വൺ സൈഡഡ് എറേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ള നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യം 2 സൈഡഡ് എറേഴ്സ്. ദീസ് ആർ ദ എറേഴ്സ് അഫക്റ്റിംഗ് 2 അക്കൗണ്ട്സ് അറ്റ് എ ടൈം. സച്ച് എറേഴ്സ് ഡു നോട്ട് അഫക്റ്റ് ദി എഗ്രിമെൻ്റ് ഓർ ട്രയൽ ബാലൻസ്. ചില തെറ്റുകൾ 2 അതിൽ കൂടുതലോ അക്കൗണ്ടുകളെ ബാധിക്കും. ഇത്തരം തെറ്റുകളെ പറയുന്ന പേരാണ് 2 സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്നത്. 2 സൈഡഡ് എറേഴ്സ് പരിഹരിക്കുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം ജേണൽ എൻട്രികൾ എഴുതിക്കൊണ്ടാണ്. ഇത്തരം തെറ്റുകൾ ട്രയൽ ബാലൻസ് ടാലി ആവുന്നതിനെ ബാധിക്കുകയില്ല. ഇതിൽ ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. കൊച്ചിൻ ഫർണിച്ചറിൽ നിന്ന് ഫർണിച്ചർ വാങ്ങിയത് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് പർച്ചേസ് ഡേ ബുക്കിലാണ്. അത് ഫർണിച്ചർ അക്കൗണ്ടിലായിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് കൊടുത്തു. രണ്ടാമത്തെ പറയുന്നത് മെഷീനറി വാങ്ങിയതിലുള്ള ക്യാരേജ്, അത് ക്യാരേജ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. മെഷീനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, കാരണം അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പകരം മെഷീനറിയെ ഡെബിറ്റിലേക്ക് കൊണ്ടുവന്നു, ഡെബിറ്റിലുണ്ടായിരുന്ന ക്യാരേജിനെ ക്രെഡിറ്റിലോട്ട് കൊണ്ടുപോയി. ഇനി പറയുന്നത് വൺ സൈഡ് എറേഴ്സ്. These are the errors that affect only one side of an account, either debit side or the credit side. ചിലപ്പോൾ അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, അതായത് ഒന്നെങ്കിൽ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ മാത്രം തെറ്റ് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വൺ സൈഡ് എറർ എന്ന് പറയുന്നത്. ഈ ഒരു വൺ സൈഡ് എറർ തീർച്ചയായിട്ടും ട്രയൽ ബാലൻസ് ടാലി ആവുന്നതിനെ ബാധിക്കും, അഥവാ ട്രയൽ ബാലൻസിനെ ബാധിക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. സെയിൽസ് റിട്ടേൺ ബുക്ക് വാസ് അണ്ടർ കാസ്റ്റ് ബൈ ₹50. അഥവാ സെയിൽസ് റിട്ടേൺ ബുക്കിൽ 50 രൂപ കുറച്ച് എഴുതി. ഇത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ 50 രൂപയുടെ കുറവ് വരുത്തുന്നുണ്ട്. ഇത് പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അണ്ടർ കാസ്റ്റ് ഓഫ് സെയിൽസ് ₹50 എന്ന് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ പറയുന്നത് 2000 രൂപ കമ്മീഷൻ കൊടുത്ത് 2 തവണ കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അധികമായിട്ട് കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അധികമുള്ളതിനെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കമ്മീഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡബിൾ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 2000 രൂപ എഴുതി കഴിഞ്ഞാൽ അധികം എഴുതി നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, അതായത് ഒന്നുകിൽ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ മാത്രം തെറ്റ് വരികയാണെങ്കിൽ അത്തരം എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് വൺ സൈഡഡ് എറേഴ്സ്. ഈ വൺ സൈഡഡ് എറേഴ്സ് ട്രയൽ ബാലൻസിനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ളത് എന്താണ് ട്രയൽ ബാലൻസ്, എന്തിനാണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് എറേഴ്സ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ്,
ആ ഒരു എറേഴ്സ് നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ജേണൽ, സസ്പെൻസ് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എറേഴ്സിനെ കുറിച്ചുള്ള തിയറി ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് അല്ലേ. അക്കൗണ്ട്സിൽ വന്നിരിക്കുന്ന തെറ്റുകൾ ആ തെറ്റിനെ അതീതമാക്കുക, അതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഈ ഒരു റെക്ടിഫിക്കേഷൻ സംഭവിക്കാം. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ബിഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും തെറ്റുകൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഡ്ജറിലേക്ക് ഈ ട്രാൻസാക്ഷൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തെറ്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. സാധാരണ വൺ സൈഡ് എറർ നമുക്കറിയാം. ഒരു ഉദാഹരണമായിട്ട് പറയാം, സെയിൽസ് ഈസ് ഓവർ കാസ്റ്റ് 250. സെയിൽസ് അക്കൗണ്ടിൽ 250 രൂപ അധികമായിട്ട് വന്നു. അതെങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാം? വൺ സൈഡ് എററാണ്, അഥവാ സെയിൽസ് അധികമായിട്ട് 250 കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 250 അധികമുള്ള സെയിൽസ് കുറയണം. സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും സെയിൽസ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് കുറയണമെങ്കിൽ സെയിൽസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് വരണം? ഓവർ കാസ്റ്റ് ഓഫ് സെയിൽസ് 250 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് അത്രയും തുകയുടെ കുറഞ്ഞതായിട്ട് അല്ലെങ്കിൽ കുറച്ചിട്ടത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് വൺ സൈഡ് എറർ നമ്മൾ എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം. ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും അവിടെ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രയൽ ബാലൻസ് ടാലി ആകുകയില്ല, അഥവാ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയതിന് ശേഷം അവിടെ എറേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ എറേഴ്സ് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തിനാണ് തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നത്? ഇനിയും ഒരുപാട് സമയം ഒരു എറർ കണ്ടെത്താതെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള സമയം വൈകും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ട്രയൽ ബാലൻസ് ടാലി ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? അത് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൽ കാണിക്കും. അതുവഴി ട്രയൽ ബാലൻസ് ടാലി ആക്കുകയും അത് വെച്ചിട്ട് ഫൈനൽ അക്കൗണ്ട് ചെയ്യും. പിന്നീട് ആ തെറ്റ് റെക്ടിഫൈ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് സസ്പെൻസ് അക്കൗണ്ട്? ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ആണ് നമുക്കിനി പറയാനുള്ളത്, അതുപോലെ ചെയ്യാനുള്ളത്. സസ്പെൻസ് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് ടു വിച്ച് ദ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ടെമ്പററിലി ട്രാൻസ്ഫേർഡ് ഓർ പ്ലേസ്ഡ് ടു മേക്ക് ദി ട്രയൽ ബാലൻസ് ടാലി. ട്രയൽ ബാലൻസ് ടാലി ആക്കുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് ട്രയൽ ബാലൻസിലുള്ള ആ ഒരു വ്യത്യാസം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എന്ത്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകും. ആ ഒരു വ്യത്യാസം ഉണ്ടായത് കൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് ടാലി ആകുകയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തൽക്കാലത്തേക്ക് ട്രയൽ ബാലൻസ് ടാലി ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഏത് ഭാഗത്താണോ കുറവുള്ളത് അവിടെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു തുക എത്രയാണോ കമ്മിയുള്ളത് അത് എഴുതും, എന്നിട്ടത് ടാലി ആക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ട്രയൽ ബാലൻസിൻ്റെ വ്യത്യാസം ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു അക്കൗണ്ടിൻ്റെ പേരാണെന്ത്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൺ സൈഡ് എറർ പരിഹരിക്കുന്നത് നമുക്കറിയാം. ആ ഒരു അക്കൗണ്ടിൽ ഒരു കുറിപ്പ് നൽകിയിട്ടാണ് വൺ സൈഡ് എറർ നമ്മൾ പരിഹരിക്കുന്നത്. ടു സൈഡ് എറർ സാധാരണ നമുക്ക് ജേണൽ എൻട്രി നൽകുന്നതിലൂടെയാണ് നമ്മളതിൻ്റെ റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാവുന്നതോടുകൂടി വൺ സൈഡ് എറർ ജേണൽ എൻട്രി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പരിഹരിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓവർ കാസ്റ്റ് ഓഫ് സെയിൽസ്, ഇപ്പോൾ സെയിൽസ് ഓവർ കാസ്റ്റ് ബൈ 50 rupees എന്ന് വിചാരിക്കാം. 50 രൂപ സെയിൽസ് ഓവർ കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെയിൽസ് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നായി. ക്രെഡിറ്റ് സൈഡിലൊന്നുമില്ല. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കുക? സസ്പെൻസ് അക്കൗണ്ട് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണോ ഡെബിറ്റും ക്രെഡിറ്റും വേണം ജേണൽ എൻട്രി നമുക്കറിയാം. അപ്പോൾ ഏത് ഭാഗത്താണോ ഇല്ലാത്തത് ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക? സസ്പെൻസ് അക്കൗണ്ട് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു വൺ സൈഡ് എറർ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജേണൽ എൻട്രിയിലൂടെ
പരിഹരിക്കുന്നത്. ഇനി നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം. ആ ചോദ്യത്തിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ചോദ്യം നോക്കൂ. കുമാർസ് എന്ന ആളുടെ ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റിനേക്കാൾ 370 രൂപ അധികമാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്നാമത് നോക്കൂ. പർച്ചേസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കുറച്ച് കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സെയിൽസ് ഡേ ബുക്ക് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ അധികം കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ഡേ ബുക്കും അണ്ടർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ പറയുന്നത് നോക്കൂ. ദീപു എന്ന ആളുടെ കയ്യിൽ നിന്നും 400 രൂപൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് ഡെബിറ്റ് സൈഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആറാമത്തേത് റെൻറ്റ് 2 പ്രാവശ്യം റെൻ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഏഴാമത്തെ പറയുന്നത് സോജൻ എന്ന വ്യക്തിക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് സോജൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് റെക്ടിഫൈങ് ജേണൽ എൻട്രീസും അതുപോലെ തന്നെ സസ്പെൻസ് അക്കൗണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് കണ്ടു അല്ലേ? അതിൻ്റെ ജേണൽ എൻട്രി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഒന്നാമത്തേത് പറയുന്ന നോക്കൂ. പർച്ചേസ് ഡേ ബുക്ക് ഈസ് അണ്ടർ കാസ്റ്റ് ബൈ 170. 170 രൂപ പർച്ചേസ് ഡേ ബുക്കിൽ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കുറച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതാണ് ഒരു തെറ്റ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം? പർച്ചേസ് ഡേ ബുക്കിൽ പർച്ചേസ് 170 രൂപ കുറച്ചിട്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 170 രൂപ വീണ്ടും അവിടെ യഥാർത്ഥ ഉള്ള എമൗണ്ട് അവിടെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ? കാരണം സാധാരണ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യാം. സോ നമ്മൾ പർച്ചേസിന് വീണ്ടും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാം. സോ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ സസ്പെൻസ് അക്കൗണ്ട്. കാരണം ഇത് വൺ സൈഡ് എറർ ആയതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റ്സിൽ നമ്മൾ ആരെ ആഡ് ചെയ്തു? സസ്പെൻസ് അക്കൗണ്ടിനെ ആഡ് ചെയ്തു. അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 170. അങ്ങനെയാണ് ഒന്നാമത്തത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തത് പറയുന്നത് എന്താ? സെയിൽസ് ഡേ ബുക്ക് ഈസ് ഓവർകാസ്റ്റ് ബൈ 300 rupees. സെയിൽസ് ഡേ ബുക്ക് 300 രൂപ അധികമായിട്ട് കാണിച്ചു. യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ അധികമായിട്ട് കാണിച്ചു. അപ്പോൾ അധികമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കുറയണം അല്ല? അത്രയും സെയിൽസ് അവിടെ കുറയണം. സെയിൽസിന് നമ്മൾ സാധാരണ ക്രെഡിറ്റ് ചെയ്യാറാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യൽ. സോ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് 300 രൂപേൻ്റെ സെയിൽസ് കുറയണം. അപ്പോൾ സെയിൽസിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അങ്ങനെ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആര് വരും? സസ്പെൻസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 300 rupees. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു സൈഡിലേക്കുള്ള എൻട്രി നമുക്കറിയാം ചോദ്യപ്രകാരം. ബാക്കി എവിടെയാണോ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നമുക്ക് എൻട്രി ഇല്ലാത്തത് അവിടെ നമ്മൾ എന്ത് കൊടുക്കും? സസ്പെൻസ് അക്കൗണ്ട് ഒന്ന് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് പറയും നോക്കൂ. സസ്പെൻസ് അക്കൗണ്ട് അപ് ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് അഥവാ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് അണ്ടർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ യഥാർത്ഥത്തിൽ ഉള്ള അത്ര പർച്ചേസ് റിട്ടേൺ കാണിച്ചിട്ടില്ല. അഥവാ 60 രൂപ പർച്ചേസ് റിട്ടേൺ ഉള്ളത് കുറച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പർച്ചേസ് റിട്ടേൺ നമ്മൾ 60 രൂപ അധികമായിട്ട് യഥാർത്ഥത്തിൽ ഉള്ളതായിട്ട് കാണിക്കണം. പർച്ചേസ് റിട്ടേൺ നമുക്കറിയാം സാധാരണ ക്രെഡിറ്റ് സൈഡിലാണ് അതിൻ്റെ എന്ത് വരുന്നത്? ജേണൽ എൻട്രി പ്രകാരം വരിക. പർച്ചേസ് ഡെബിറ്റിലാകുമ്പോൾ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റിലായിരിക്കും. സോ പർച്ചേസ് റിട്ടേൺ നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു. അപ്പോൾ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിൽ എന്ത് വരും? സസ്പെൻസ് അക്കൗണ്ട് എന്ന് വരും 60 രൂപ. ഇനി അടുത്ത് നോക്കൂ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു സസ്പെൻസ് അക്കൗണ്ട്. എന്താ പറയുന്നത്? സെയിൽസ് റിട്ടേൺ യഥാർത്ഥത്തിൽ ഉള്ള സെയിൽസ് റിട്ടേൺ 40 രൂപ കുറച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ യഥാർത്ഥമുള്ള സെയിൽസ് റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ സെയിൽസ് റിട്ടേൺ അണ്ടർ കാസ്റ്റ് ചെയ്തേക്കാണ്. സോ യഥാർത്ഥത്തിൽ സെയിൽസ് റിട്ടേൺ എത്ര കൂടി ഉണ്ടാവണം? 40 രൂപ അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 40 രൂപ നമ്മൾ ആഡ് ചെയ്യണം. സോ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ 40 ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഒരു 40 രൂപ കൂടി സെയിൽസ് റിട്ടേൺ അവിടെ വന്നിട്ടുണ്ടാകും. ഇങ്ങനെയാണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കും. പർച്ചേസ് ഫ്രം ദീപു rupees 400 ഈസ് ഡെബിറ്റഡ് ടു
ഹിസ് അക്കൗണ്ട്. 400 രൂപൻ്റെ സാധനങ്ങൾ ദീപു എന്ന വ്യക്തിയിൽ നിന്ന് വാങ്ങി. അത് ദീപു അക്കൗണ്ടിൽ ഡെബിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരാളെടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാനായിട്ട് വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആ ഒരു പാർട്ടിൻ്റെ പേരില്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ദീപു എന്നായിരിക്കും ജേണൽ എൻട്രി വരിക. പക്ഷേ ഇവിടെ ചെയ്തിട്ടുള്ളത് ദീപു അക്കൗണ്ടിന് ഡെബിറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഡെബിറ്റിൽ വരാൻ പറ്റാത്തൊരു കാര്യം ഡെബിറ്റിൽ വന്നു. മറ്റൊന്ന്, ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ജേണൽ എൻട്രി ഇങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്ത് വരുന്നത്. സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ദീപു. ദീപു യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ദീപു നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സസ്പെൻസ് അക്കൗണ്ട്. തുക നോക്കൂ, 800 രൂപയാണ് തുക കൊടുത്തിട്ടുള്ളത്. 400 രൂപേൻ്റെ സാധനം വാങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 800 കൊടുത്തത്? ക്രെഡിറ്റ് സൈഡിൽ 400 രൂപ വരണമായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് 400 രൂപ എഴുതിയിട്ടുള്ളത് ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിലത്തെ 400 ക്യാൻസലാവുകയും വേണം. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ 400 രൂപ പുതിയതായിട്ട് വരികയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 800 രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്താ വരിക? ക്രെഡിറ്റ് സൈഡിൽ 800 രൂപ വരും, ഡെബിറ്റ് സൈഡിൽ 400 രൂപയും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ അത് നെറ്റ് എമൗണ്ട് നോക്കുമ്പോൾ 400 rupees വിൽ ബി ഹൈ ഇൻ ദി ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ 400 രൂപ അധികമുള്ളതായിട്ട് കാണിക്കും. അഥവാ യഥാർത്ഥത്തിൽ എന്താണോ സംഭവിക്കേണ്ടത് അതവിടെ നടക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഡെബിറ്റിലുള്ള 400 രൂപ ക്യാൻസലായി പോകുന്നതിന് വേണ്ടിയാണ് ക്രെഡിറ്റ് സൈഡിൽ 800 രൂപ അതിൻ്റെ നേരെ ഡബിൾ എടുത്തിട്ടുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്തത് പറഞ്ഞു നോക്കൂ. റെൻറ്റ് പെയ്ഡ് ₹240 ഹാസ് ബീൻ പെയ്ഡ് ഇൻ ട്വൈസ്. 240 രൂപ റെൻറ്റ് കൊടുത്തത് 2 തവണയായിട്ട് കാണിച്ചിട്ടുണ്ട് അക്കൗണ്ടിൽ. അഥവാ ഡബിൾ കൗണ്ടിങ്, 2 പ്രാവശ്യം അത് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ റെൻ്റ് അടക്കുമ്പോൾ ചെയ്യാനായിട്ട് എന്താ വരിക? റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക അല്ലേ. അപ്പോൾ റെൻറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്? 240 ഉള്ളത് 2 തവണ എഴുതുക എന്ന് പറയുമ്പോൾ എത്ര? ഡെബിറ്റ് സൈഡിൽ 480 രൂപ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അധികമുള്ള ഡെബിറ്റ് സൈഡിൽ 240 രൂപ റെൻറ്റ് അധികമുണ്ട്. അതെന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അങ്ങനെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ റെൻറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻറ്റ്. റെൻറ്റ് നമ്മൾ സാധാരണ ഡെബിറ്റാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അധികമായിട്ട് റെൻറ്റ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ റെക്കോർഡിംഗ് ഉണ്ട്. അതുകൊണ്ട് അധികമുള്ളതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ റെൻറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ഡെബിറ്റ് സൈഡിൽ സ്വാഭാവിക സസ്പെൻസ് അക്കൗണ്ട് എമൗണ്ട് 240. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ക്രെഡിറ്റ് സൈഡിൽ ഒരു 240 കാണിക്കും. ഡെബിറ്റ് സൈഡിൽ 240 480 ഉണ്ടെങ്കിലും അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ 240 തുല്യമായിരിക്കും. അപ്പോൾ ആ ഒരു റോങ് അല്ലെങ്കിൽ ആ ഒരു എറർ നമ്മൾ റെക്ടിഫൈ ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് നോക്കൂ. ക്യാഷ് പെയ്ഡ് ടു സോജൻ ₹110 ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്. അഥവാ സോജൻ എന്ന വ്യക്തിക്ക് ക്യാഷ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരാൾക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടിക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുക. അപ്പോൾ ക്യാഷ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ബാധ്യത കുറയും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ഒരു പാർട്ടി നമ്മൾ സാധാരണ ഡെബിറ്റാണ് ചെയ്യുക. ലയബിലിറ്റി കുറയുന്നു എന്ന് മനസ്സിൽ ഡെബിറ്റാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സോജൻ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ജേണൽ എൻട്രി സോജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഇനി അതിൻ്റെ എമൗണ്ട് 220 രൂപ. യഥാർത്ഥത്തിൽ സോജൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ ഒരു 110 രൂപ വരേണ്ടത്. പക്ഷേ അതിന് പകരം അവർ ക്രെഡിറ്റ് സൈഡിൽ 110 രൂപ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ക്രെഡിറ്റിലുള്ള 110 രൂപ ക്യാൻസൽ ആവുകയും വേണം. അതോടൊപ്പം ഡെബിറ്റ് സൈഡിൽ 110ൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ഡബിൾ എമൗണ്ട് 110ൻ്റെ നേരെ ഇരട്ടി 220 നൽകുന്നു. അങ്ങനെ വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ 220 രൂപയുണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ 110 രൂപ. അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ 110 രൂപ വന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഡബിൾ എമൗണ്ട് നമ്മുടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് സസ്പെൻസ് അക്കൗണ്ട് തയ്യാറാക്കാനാണ്. ജേണൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സസ്പെൻസ് അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കാം. സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്
അഥവാ ട്രയൽ ബാലൻസിൻ്റെ ഡിഫറൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ 370 രൂപ അധികമായിട്ട് കാണിക്കുന്നു എന്നാണ്. അഥവാ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ വ്യത്യാസം 370 ആണ്. അഥവാ ഡെബിറ്റ് സൈഡ് 370 രൂപ അധികമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഒരു ബാലൻസ്, ഈ ഒരു വ്യത്യാസം സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം. നേരെ തിരിച്ച് ട്രയൽ ബാലൻസിൻ്റെ ഡിഫറൻസ് അഥവാ വ്യത്യാസം ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റിനേക്കാൾ അധികമാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ ഒരു വ്യത്യാസം അഥവാ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്. അത് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സസ്പെൻസ് അക്കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ വരക്കുന്നതിന് വേണ്ടി ജേണലിൻ്റെ ക്രെഡിറ്റ് സൈഡത്തെ കോളം ഞാൻ വായിച്ച് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ട് ജേണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ബാലൻസ് എഴുതണം അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ 370 രൂപ അധികമാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ്, ആ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഡെബിറ്റ് സൈഡ് അധികമായതുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഈ ഒരു വ്യത്യാസം അഥവാ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 170. ഓക്കെ, ഇനി നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് നോക്കിയിട്ട് ആ ഒരു ഓർഡറിൽ ഇനി ജേണൽ നോക്കിയാൽ നമുക്ക് ആ ഓർഡറിൽ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ജേണൽ എന്താ, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. നമ്മൾ ഏത് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, സസ്പെൻസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ജേണലിൽ സസ്പെൻസ് അക്കൗണ്ട് എവിടെയാണ് നിൽക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ്. സോ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എന്താണ് എഴുതുക, നേരെ ഓപ്പോസിറ്റുള്ള പർച്ചേസ്. പർച്ചേസ് എത്ര എമൗണ്ട്, 170. ഇനി അടുത്തത് എന്താ, സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. സോ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എത്ര എമൗണ്ട്, 300. സെയിൽസ് 300. അടുത്ത് നോക്കൂ, സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ എമൗണ്ട് എത്ര, 60. ഇനി അടുത്ത എന്താ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ എത്ര വരുന്നത്, 40. ഇനി അടുത്ത് നോക്കൂ, സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ദീപു അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ഇവിടെ ദീപു. എത്രയാണ് തുക, 800. അടുത്ത് നോക്കൂ, സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു റെന്റ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് റെന്റ് 240. ലാസ്റ്റ് വൺ, സോജൻ അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. സോജൻ അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ, അതുകൊണ്ട് സോജൻ അക്കൗണ്ട്. സോജൻ അക്കൗണ്ട് എത്രയാണ് വരുന്നത്, 220. ഓക്കെ, ഇനി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം, രണ്ട് ഭാഗവും തുല്യമാകുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു ഭാഗം ആഡ് ചെയ്യുമ്പോൾ 800, 1100 കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കാം, 220, 260, 560, 660, യെസ് 1100 കിട്ടുന്നുണ്ട്. രണ്ട് ഭാഗം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1100. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, സസ്പെൻസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു, 1100 രൂപ അഥവാ രണ്ട് ഭാഗം ടാലി ആവുന്നുണ്ട്. അഥവാ നമുക്ക് എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് എറേഴ്സ് കൃത്യമായിട്ട് ടൈപ്സ് പഠിക്കുക, അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിക്കുക,
അതുപോലെ തന്നെ വൺ സൈഡ് എറർ എന്താ, ടു സൈഡ് എറർ എന്താണ്, എങ്ങനെയാണ് അത് റെക്ടിഫിക്കേഷൻ നടത്തേണ്ടത്, എന്താണ് സസ്പെൻസ് അക്കൗണ്ട്, എങ്ങനെയാണ് സസ്പെൻസ് അക്കൗണ്ടിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. വളരെ ഈസിയാണ്, ഒന്ന് ശ്രദ്ധ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്കിത് പഠിക്കാൻ പറ്റും. എക്സാമിന് ചോദിക്കുന്ന ഒന്നും കൂടിയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ചില സമയം സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലൈന് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാങ്ക് ആയിട്ട് വിടാം. അതോടെ ഫസ്റ്റ് ലൈന് രണ്ട് സൈഡും ബ്ലാങ്ക് ആയിട്ട് വിടാം. എന്നിട്ട് തന്നിരിക്കുന്ന ജേണൽ എൻട്രികളൊക്കെ പാസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗം നമുക്ക് എന്ത് കിട്ടും? വ്യത്യാസം കിട്ടും. ചെയ്തു വരുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് ഡിഫറൻസ് കിട്ടും. ആ ഡിഫറൻസ് കിട്ടുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? അതായിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സസ്പെൻസ് അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.